അംബേദ്കർ ജനമഹാപരിഷത്തിന്റെ ഭാരവാഹികളാണ്. നേരത്തെ പറഞ്ഞ മാതിരി നൂറുകണക്കിന് പട്ടികജാതി പട്ടികവർഗ സംഘടനകളുള്ള ഒരു സാംസ്കാരിക സമ്പന്നമായ നാടാണ് നമ്മുടെ കേരളം. അതിലൊക്കെ വ്യത്യസ്തമായുള്ള കേരളത്തിന്റെ 14 ജില്ലകളിലും സജീവമായിട്ടുള്ള പ്രവർത്തനമുള്ള ഒരു സന്നദ്ധ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു സംഘടനയാണ് അംബേദ്കർ ജനമഹാപരിഷത്ത്. ഞങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ കേരളത്തിലെ 16ഓളം സംവരണ മണ്ഡലങ്ങളോട് ജയിച്ചുപോയ MLA-മാരുണ്ട്. അതിലിപ്പോൾ മന്ത്രി ഇപ്പം MP എങ്കിലും 16 MLA-മാർ കേരളത്തിലുണ്ട്. ഈ 16 MLA-മാരും നിയമസഭ കൂടുന്ന സമയങ്ങളിലോ മറ്റോ ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരക്ഷരം പോലും നിയമസഭയിൽ പോലും കൊണ്ടുവരാത്ത ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പൊ നിയമസഭാ സമ്മേളനം നമ്മളെ വീടിനകത്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് വരെ പട്ടികജാതിക്കാരുടെ നീറുന്ന പ്രശ്നം ഇപ്പൊ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുക ഒരു ഇതുപോലും പട്ടികജാതി MLA-മാര് കൊണ്ടുവരുന്ന ചരിത്രം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളിൽ ജയിച്ചുപോയ MLA-മാർ നീറുന്ന നിരവധി പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ ഈ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് നിയമസഭയിൽ അവതരിപ്പിക്കാനോ ശ്രമിക്കാത്ത സംവരണ മണ്ഡലം MLA-മാരുടെ 16ഓളമുള്ള സംവരണ മണ്ഡലം MLA-മാരുടെ വീടുകളിലേക്ക് അംബേദ്കർ ജനമഹാപരിഷത്തിന്റെ നേതൃത്വത്തിൽ അവരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതിനു മുമ്പേ ഇതേപോലെ തന്നെ കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഞങ്ങൾ ഇതേപോലെ തന്നെ കേരളത്തിന്റെ 16ഓളം MLA-മാരുടെ, കാരണം കേരളത്തിലെ പട്ടികജാതി വർഗ്ഗക്കാരുടെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട്, തീർച്ചയായിട്ടും അതും നടത്തിയിരുന്നു. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, ഭൂമിയും വീടും ഇല്ലാത്തവരുടെ പ്രശ്നങ്ങൾ, സംവരണ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന പ്രശ്നങ്ങൾ, ജോലി ഇല്ലാത്തവരുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നീറുന്ന നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സമൂഹമാണ് കേരളത്തിലെ പട്ടികജാതി വർഗ ജനത. ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ അവതരിപ്പിക്കാൻ പട്ടികജാതി ജനപ്രതിനിധികളായ MLA-മാര് ഒരൊറ്റ കുട്ടിയും തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയും കാലമുള്ള പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇത് തയ്യാറായിട്ടില്ലെങ്കിൽ ഇത്തരം MLA-മാരെ ഏത് സ്ഥലത്തു നിന്ന് അവരെ തെരുവിൽ തടയുവാനും അംബേദ്കർ ജനമഹാപരിഷത്ത് കഴിഞ്ഞ കോഴിക്കോട് ചേർന്ന സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. വരുന്ന ത്രിതല പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പൽ മണ്ഡലങ്ങളിൽ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ ജനസംഖ്യ ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കണം. ഇപ്പൊ നമുക്കറിയാം ഓരോ സ്ഥലങ്ങളിലും, ഇപ്പൊ ഉദാഹരണമായി കോഴിക്കോട് തന്നെ 75 കോർപ്പറേഷൻ സീറ്റിന്, കോർപ്പറേഷന് മാത്രം എടുക്കണം, അവിടെ ആകെ കൊടുക്കുന്ന 2 പട്ടികജാതി സീറ്റുകൾ മാത്രമാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒക്കെ തന്നെ ജനസംഖ്യ ആനുപാതികമായിട്ടല്ല സംവരണ തോത് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇലക്ഷൻ കമ്മീഷനും ഞങ്ങളെ ബന്ധപ്പെട്ട അധികാരികൾക്കും ഒക്കെ തന്നെ ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി സംവരണ സീറ്റുകൾ ജനസംഖ്യ ആനുപാതികമായിട്ട് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ കുടിയിറക്ക് ഭീഷണിയും പറഞ്ഞേ, ജപ്തി ഭീഷണിയും കുടിയിറക്ക് ഭീഷണിയും നേരിട്ട് കൊണ്ടിരിക്കുന്ന പട്ടികജാതിക്കാരുടെ 5 ലക്ഷം വരെയുള്ള എല്ലാ കടങ്ങളും എഴുത്തള്ളുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുകയും അത് യഥാസമയം വിതരണം നടത്തുകയും. നേരത്തെ ഉദാഹരണമായിട്ട് പറയാം, നമുക്കറിയാം 3 വർഷങ്ങളായി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് 8 വർഷമായി കല്യാണം കഴിഞ്ഞാൽ നമ്മൾ സർക്കാർ ഒരു സഹായം കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? 2 ലക്ഷം 1 ലക്ഷം രൂപ വിവാഹ ധനസഹായം. ഒരു ഗതിയുമില്ലാത്ത പട്ടികജാതിയിൽപ്പെട്ട ആളുകളെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. അത് കല്യാണത്തിന് മുമ്പേ അപേക്ഷിച്ചു കഴിഞ്ഞാലും ഈ ആനുകൂല്യം ഇത് കിട്ടുന്ന പൈസ കിട്ടുന്നത് ചിലപ്പം ഈ കല്യാണം കഴിച്ചുകൊണ്ട് കുട്ടി 2 കൊല്ലം കഴിഞ്ഞ് 2 കുട്ടികളായിട്ടായിരിക്കും കിട്ടുന്നത്. കാരണം അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പല പദ്ധതികളും സർക്കാർ നടപ്പിലാക്കിയത്. പക്ഷെ ഒന്നും ഇപ്പോൾ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. കാരണം ഇവിടെ പറയുന്നത് വെച്ചാൽ സാമ്പത്തികമില്ല എന്ന് പറഞ്ഞതിലൂടെ വേണ്ടാത്തതിനൊക്കെ അവർക്ക് പൈസ ഉണ്ട്. അതേസമയത്ത് ഇവിടുത്തെ ഇപ്പോഴുള്ള ഈ ഭരണകക്ഷികൾ നിലനിർത്തുന്ന ഈ സംസ്ഥാനത്തെ പട്ടികജാതിക്കാരെ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരവസ്ഥയെ നമുക്ക് ഇതിൽ വളരെയധികം വേദനയുണ്ട്. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് അടിയന്തരമായിട്ട് പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ ആഗസ്റ്റ് 16 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിയുന്ന എല്ലാ സന്നദ്ധ സംഘടനകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഉടിൽ കെട്ടിയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അംബേദ്കർ ജനമഹാപരിഷത്ത് തീരുമാനിച്ചു. അതേപോലെ തന്നെ സർക്കാർ ഖജനാവിൽ നിന്നും ശമ്പളം പറ്റുന്ന എല്ലാ താൽക്കാലിക നിയമനങ്ങളും എംപ്ലോയ്മെന്റ് വഴി നടത്തണം. അത് നമുക്കറിയാം, ഇവിടുത്തെ എംപ്ലോയ്മെന്റിന്റെയും അതുപോലെ തന്നെ താൽക്കാലിക അധ്യാപകരുടെ നിയമനങ്ങൾ മുഴുവൻ
എത്രയോ സമരങ്ങളും എംപ്ലോയ്മെന്റ് ഡയറക്ടറും തൊഴിൽ വകുപ്പ് ഡയറക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും വെണ്ണത്തുണി കൊണ്ട് ഏറുകൂടി കളിക്കുക. ഞങ്ങളും അറിയില്ല പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരം അതിന്റെ രേഖകളൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പം താൽക്കാലികമായിട്ട് അധ്യാപകരെ നിയമിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതേ സമയത്ത് എംപ്ലോയ്മെന്റ് വഴിയാണെങ്കിൽ ആയിരക്കണക്കിന് പട്ടികജാതിക്കാർക്ക് ഇതിൽ ജോലി കിട്ടുമായിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോഴും സ്വകാര്യ താല്പര്യത്തിനനുസരിച്ച് കൊടുത്തിരിക്കുകയാണ്. അതിനൊരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. സംഘടനയുടെ സംസ്ഥാന കൺവെൻഷൻ ജൂൺ 30 എറണാകുളം അധ്യാപക ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നത് രാംദാസ് ശ്രീങ്ങേരി, അജിത്ത് ആറ്റിങ്ങൽ, ബിനു നെയ്യാറ്റിൻകര, EK ലളിതാംബിക, KK സാവിത്രി. അവർ വരുന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം അനീഫ്. ഇത്രയും ആളുകൾ ഇതിൽ പങ്കെടുത്തിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ കൂടുതലൊന്നും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ആത്മാർത്ഥമായി ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഇത്തരത്തിലുള്ള MLA-മാരെ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ MLA-മാരെ തടഞ്ഞതിന് പേരിൽ. അതേപോലെ തന്നെ ഞങ്ങൾ ഈ നിയമസഭാ സമ്മേളനത്തിൽ അത്തരത്തിലുള്ള നടപടികൾ ഇവിടുത്തെ പട്ടികജാതി MLA-മാർ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ നിയമസഭ കഴിഞ്ഞാൽ ഒരൊറ്റ MLA-യും ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. കാരണം ഞങ്ങളുടെ ജനാധിപത്യം, ഞങ്ങളുടെ പട്ടികജാതിക്കാരുടെ അവകാശങ്ങൾ നിയമസഭയെ പറയാൻ ഇവരെന്തിനാണ് പട്ടികജാതി സംവരണം ജയിച്ചു പോണത്? ഇവരൊക്കെ തമ്പ്രാക്കന്മാരാണ്. ഇവിടെ നിയമസഭയിൽ ഇവർക്ക് പറയാൻ നാണമാണ്. ജയിക്കുന്നവരെ പട്ടികജാതിക്കാർ വോട്ട് കിട്ടുന്ന ജയിച്ച് അധികാരത്തിൽ കയറുന്നവരെ പട്ടികജാതിക്കാരെ ഈ സംവരണ മണ്ഡല MLA-മാർക്കൊക്കെ വേണം, മറ്റേ MLA-മാർക്ക് വേണം എന്നാലും പറയാം. അത് കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രശ്നങ്ങൾ പോലും, അല്ലെങ്കിൽ ഇവരുടെ ഈ MLA-മാർക്ക് പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടല്ലോ, അതിൽ പോലും ഒരു പട്ടികജാതിക്കാരനെ വെക്കൂല. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ കഴിഞ്ഞ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വെച്ചാൽ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ജയിച്ച 500 ചില്ലാണ് MP-മാര്. ഈ MP-മാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പട്ടികജാതി സംവരണം അവരുടെ പേഴ്സണൽ സ്റ്റാഫിന് വെക്കുമ്പോൾ പട്ടികജാതിക്കാർ വെക്കണം. അതിനുള്ള ഒരു പ്രമേയം ഞങ്ങൾ രാഷ്ട്രപതിക്കും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ഇന്നലെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്. കാരണം ഒരു MP-ക്ക് 5 or 6 PM-മാരുണ്ടാവും. നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടി. ഇവിടുത്തെ നമ്മുടെ തിരുവനന്തപുരത്തായാലും കേരളത്തിലെ എല്ലാ MP-മാരെയും പേഴ്സണൽ സ്റ്റാഫിൽ ഒരു പട്ടികജാതിക്കാരനെ കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ പട്ടികജാതിക്കാരന്റെ വോട്ട് വേണം. പട്ടികജാതിക്കാർക്ക് ഇലക്ഷൻ ആകുമ്പോൾ അവർ കാണപ്പെട്ട ദൈവമാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ആഗോള തലത്തിലുള്ള മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രസംഗിക്കും. പക്ഷെ പട്ടികജാതി ജയിച്ചു കഴിഞ്ഞാൽ ഈ വിഭാഗത്തെ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ചെറുതും വലുതുമായുള്ള എല്ലാ സംഘടനകളും ശക്തമായുള്ള ഒരു പ്രക്ഷോഭ സമര രംഗത്തേക്ക് നീങ്ങുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാവും എന്ന് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ പറയുകയാണ്. തീർച്ചയായിട്ടും ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരത്തിന്റെ ഈ സ്ഥലം ഞങ്ങളെ ഈ വാർത്തക്ക് ഒരു പ്രാധാന്യം കൊടുക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു.